വെൽക്കം ബാക്ക് ടു വിദ്യ വ്ലോഗ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നു. നമ്മൾ ഇന്ന് പോകുന്നത് ഏറ്റുമാനൂർ അമ്പലത്തിലോട്ടാണ്. രാവിലെ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയാണ്. ഞങ്ങൾ ഇറങ്ങിയപ്പം ഒരു 9-9:30 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ. ഇവിടെ ഏറ്റുമാനൂർ അമ്പലത്തിൽ ഇപ്പോൾ പോകാൻ കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങൾ ഞങ്ങളുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ബന്ധുവിൻ്റെ വീട്ടിൽ പോയപ്പം ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോയത്. അപ്പോൾ ആണെങ്കിൽ വീട്ടുകാർക്ക് ആഗ്രഹം ആ അമ്പലത്തിൽ ഒന്നും കൂടെ കയറി തൊഴണം എന്ന്. നമ്മൾ ഇതിനു മുന്നേ ഒരു തവണ ഏറ്റുമാനൂർ പോയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ പളനി പോയപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെല്ലാ അമ്പലത്തിലും കയറുന്നതിൻ്റെ കൂട്ടത്തിൽ അവിടെയും കയറി പെട്ടെന്ന് തൊഴുതിറങ്ങുമൊക്കെ ആയിരുന്നു. അപ്പോൾ നമുക്ക് സാവധാനത്തിൽ തൊഴാനോ അവിടുത്തെ കാര്യങ്ങളൊന്നും കാണാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് സാവധാനത്തിൽ പതിയെ പോയി തൊഴുതിട്ട് നമ്മുടെ വീട്ടുകാരുടെ കൂടെ ആണല്ലോ പോകുന്നത്. അതുകൊണ്ട് സമാധാനത്തോടെ തൊഴാമെന്ന് കരുതിയിട്ടാണ് അമ്പലത്തിലോട്ട് വന്നത്. അങ്ങനെ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. നമ്മളൊരു 11:30 ആ ടൈമായി അമ്പലത്തിലെത്തിയപ്പോഴത്തേനുമേ. ഇവിടെ പുറത്ത് കണ്ടിട്ട് ഒത്തിരി വണ്ടിയൊക്കെ കിടപ്പുണ്ട്. അപ്പോൾ നല്ല തിരക്കായിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അമ്പലത്തിന് അകത്ത് ചെന്നപ്പോഴത്തേനും എന്താ പറയണ്ടേ, വണ്ടി കണ്ടതിൻ്റെ അത്രയും തിരക്ക് ഉള്ളിൽ കണ്ടില്ല. പിന്നെ ആണെങ്കിൽ എൻ്റെ ഇത് ക്യാമറ കുറച്ച് ഫോഗ് അടിച്ചിട്ടുണ്ടായിരുന്നു. കാരണം തണുപ്പത്തുനിന്ന് വെള്ളത്തോട്ട് ഇറങ്ങിയതിൻ്റെ ആയിരിക്കും. ഇപ്പം പിന്നെ കുഴപ്പമില്ല. നമ്മൾ വെളിയിൽ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ അകത്ത് കയറി തൊഴുകയാണ്. അകത്തോട്ട് വന്ന് അധികം തിരക്കൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ചുറ്റും നടന്ന് കണ്ടു. എന്നിട്ട് സാവധാനത്തിൽ തൊഴുതിട്ട് നമ്മൾ അർച്ചനയൊക്കെ കഴിപ്പിച്ചായിരുന്നു. അർച്ചനയെല്ലാം കഴിപ്പിച്ചു. സാവധാനത്തിൽ തൊഴുത് നമ്മൾ ഇറങ്ങി. നമ്മൾ ഒരു 12:30 കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങി. തിരിച്ചു വരുന്ന വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ ആലപ്പുഴ വഴിയാണ് വന്നത്. അപ്പം ചങ്ങനാശ്ശേരി ആ സൈഡൊക്കെ എന്ന് പറഞ്ഞാൽ കണ്ടം പൂട്ടിയിട്ടേക്കുവാണ്. അപ്പോൾ ഇഷ്ടംപോലെ കൊക്ക, വെളുത്ത് കാണുന്ന എല്ലാം കൊക്ക, ഇഷ്ടംപോലെ കൊക്കുണ്ട്. അങ്ങനെ പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ റോഡ് നല്ല ഭംഗിയല്ലേ കാണാൻ. മഴ സീസണിലാണെങ്കിൽ രാവിലെ പോയപ്പോൾ നല്ല മഴയായിരുന്നു. വൈകിട്ട് വന്നപ്പോൾ അധികം മഴയൊന്നുമില്ല, വെയിൽ തന്നെ. അപ്പം മഴയത്ത് ഇവിടെയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ചുറ്റും വെള്ളവും റോഡിലോട്ടും വെള്ളം കയറുമായിരുന്നു നേരത്തെയൊക്കെ. ഇപ്പം എങ്ങനെയാണെന്ന് അറിയത്തില്ല. നേരത്തെയൊക്കെ വെള്ളം കയറുമായിരുന്നു. ഇന്നത്തെ വിശേഷങ്ങൾ അത് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് എൻ്റെ വീട്ടിലുണ്ടാവുന്ന മാങ്കോസ്റ്റിൻ എന്ന് പറയുന്ന ഫ്രൂട്ടാണ്. ഈ നിൽക്കുന്നതെല്ലാം മാങ്കോസ്റ്റിൻ്റെ മരങ്ങളാണ്. ഒരു 5-6 മൂട് മരങ്ങളുണ്ട് ഞങ്ങളുടെ വീട്ടിൽ, അതായത് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ. നമ്മൾ ഇതാകുമ്പോഴത്തേനും നമ്മൾ പറിച്ച് നമ്മളും കഴിക്കാറുണ്ട്. ആർക്കെങ്കിലും വേണമെങ്കിൽ